ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ആക്കി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് പിന്നെ നമുക്ക് തമ്മനയിൽ കൊടുത്താൽ തന്നെ പല്ലിന് തിളക്കം കിട്ടാനും പല്ലിലെ അഴുക്ക് പോകാനും ഒക്കെ ആയിട്ടുള്ളൊരു ടിപ്സാണ്. അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. യാതൊരു കെമിക്കലും ചേരാത്തതാണ്. അപ്പം അതുപോലൊരു സാധനമാണ് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും ഇടുന്ന അഭിപ്രായങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലരൊക്കെ എന്നതൊക്കെ ഇടുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, എന്തായാലും അത് ഞാൻ സന്തോഷത്തോടുകൂടി അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട കഞ്ഞിവെള്ളത്തിൻ്റെ പിന്നെ ഉലുവാടയും കൂടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ താരൻ പോകാനൊക്കെ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് അത് പോയില്ല എന്ന് പറയരുത്. ഒരു പ്രാവശ്യം അതുപോലെ താരനുള്ളതുകൊണ്ടായിരിക്കും പോകാൻ പാട്. 2 3 പ്രാവശ്യം ഒന്ന് അടുപ്പിച്ച് തേച്ച് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. കാര്യം റിസൾട്ട് കിട്ടിയെന്ന് ഒത്തിരി പേര് അതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നാന്നൊക്കെ ഉള്ളത് വീഡിയോയിലൂടെ പറയാം. നമ്മുടെ പല്ലിന് നല്ല ഒരു ടിപ്സാണ് പറയുന്നത്. എൻ്റെയൊക്കെ കുഞ്ഞിലേ മുതൽ ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പല്ലിൽ അതുകൊണ്ട് എന്നാ പറയുക, പല്ലിന് പുഴുപ്പല്ലോ യാതൊരു പ്രശ്നങ്ങളും എനിക്കില്ലായിരുന്നു കേട്ടോ. എൻ്റെ പല്ലിന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു കേടോ പാടോ ഒന്നുമില്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. പല്ലാവശ്യമില്ലാതൊന്നും ഇളകുവോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങളൊക്കെ കുഞ്ഞിലേ തൊട്ട് ചെയ്തിട്ടുണ്ട്. അമ്മച്ചിയൊക്കെ ഉണ്ടായ വല്യമ്മച്ചിയൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്നത്. എല്ലാവരുടെയും വീടുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മുക്കിരി ഉപ്പും കൂടി ഇട്ടായിരുന്നു പല്ല് തേക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ തിണ്ണയിലായിട്ട് ഈ തിണ്ണയുടെ സൈഡിലായിട്ട് ചൊരയ്ക്ക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പറമ്പിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഞങ്ങളുടെയൊക്കെ ഇങ്ങോട്ടുണ്ട്. നാട്ടുപുറത്തൊക്കെ കാണുന്നൊരു സംഭവമാണ് ചൊരയ്ക്ക. ഇപ്പോൾ അത് കടകളിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നൊക്കെ നാട്ടുപുറത്ത് എല്ലായിടത്തും ചൊരയ്ക്ക എന്ന് തന്നെ. അത് ഒരു പ്രത്യേക ഷേപ്പാണ് അത് കാണാനായിട്ട്. ഈ ബലൂണൊക്കെ നമ്മളിങ്ങനെ വീർപ്പിച്ചമാതിരി ഇങ്ങനെ ഒന്നിച്ചൊരു ഉരുണ്ടിരിക്കുന്ന സൈസ് ഒരു കുടത്തിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണത്. അത് ഇങ്ങനെ വിളഞ്ഞ് കഴിയുമ്പം അതിനകത്തെ കുരുവും അതിനകത്ത് എല്ലാം എടുത്ത് കളഞ്ഞേച്ച് ആ തോട് മാത്രമാക്കി ഇങ്ങനെ എടുത്തേച്ച് അതിനകത്ത് ഇങ്ങനെ ഉമ്മുക്കിരി ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഉമ്മുക്കിരി എടുത്തേച്ച് ഉപ്പും ചേർത്ത് തേക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പണ്ടൊക്കെ ഉള്ള പല്ലൊക്കെ അങ്ങനെയൊക്കെ തേക്കുന്ന പിള്ളേരുടെയൊക്കെ പല്ലൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നും പിള്ളേർക്കൊന്നും അറിയത്തില്ല ഉമ്മുക്കിരി എന്ന് പറഞ്ഞാൽ പോലും. ഇപ്പോൾ ഞാൻ പക്ഷേ ഇവരൊക്കെ കുഞ്ഞിൽ ഉമ്മുക്കിരി കൊണ്ടാണ് കൂടുതലും തേപ്പിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ണനായാലും അച്ഛനായാലും കൂടുതലും ഉമ്മുക്കിരി കൊണ്ട്. കണ്ണൻ ഭയങ്കര മടിയിലായിരുന്നു പല്ലേക്കാനൊക്കെ. അച്ചു കുഴപ്പമില്ലായിരുന്നു. അച്ചുവിൻ്റെ പല്ലൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ചെയ്യുമായിരുന്നു. അപ്പം ഉമ്മുക്കിരി കൊണ്ടാണ് തേച്ചിരുന്നത്. പിന്നെ ഇവരിച്ചിട്ട് വലുതായി കഴിയുമ്പം ഉമ്മുക്കിരിയൊക്കെ മാറ്റി ഞാൻ എണ്ണയും ഉപ്പും ചേർത്താണ് ഇവർക്ക് പല്ല് തേക്കാൻ കൊടുക്കുക. അത് ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി. ദിവസം ഒന്നും കൊടുക്കേണ്ടതൊന്നേ. ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ബ്രഷ് ചെയ്യാനായിട്ട് കൊടുത്താൽ മതി. ഉപ്പും വെളിച്ചെണ്ണയും കൂടെ, ഈ 2 സാധനം മാത്രം മതി. പല്ലേ വരുന്ന കറുത്ത പാട്, കേട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും കേട്ടോ. മിക്കവാറും പല്ലിലൊക്കെ മഞ്ഞ കളറിൽ ഈ പല്ലിന് സൈഡ് തോറും ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. സൈഡ് തോറും ഇങ്ങനെ മഞ്ഞ കളർ ഇരിക്കാറുണ്ട്. അത് ശരിക്കും നമ്മൾ ബ്രഷ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതെന്നാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഉപ്പും ഈ എണ്ണയും കൂടെ ആദ്യം നമ്മൾ വിരൽ കൊണ്ട് തേച്ചതിന് ശേഷം ബ്രഷ് ഇട്ട് തേക്കുക. ഇതിൽ തന്നെ ഉപ്പിലും എണ്ണയും കൂടെ ചാലിച്ചതിനകത്തിട്ട് ബ്രഷ് മുക്കി തേക്കുമ്പോഴത്തേക്ക് അത് ഇളകിപ്പോന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അത് ഇളകിപ്പോയി പിന്നെ നമ്മൾ എന്നിട്ട് ആഴ്ച പിന്നെ ഈ അത്രയും ക്ലാവെന്ന് പറയും പല്ലെല്ലാം പിടിച്ചിരിക്കുന്നതിന്. അത് ഒരുപാടുള്ളവർ 2 ദിവസം അടുപ്പിച്ചൊക്കെ തേച്ച ശേഷം നല്ലപോലെ അത് പോയി കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് മാത്രം ബ്രഷ് ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പല്ലിലെ എല്ലാ അഴുക്കും പോയി കിട്ടും. പല്ലുവേദന വരത്തില്ല. അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഉപ്പും എണ്ണയും കൂടെ ചേർത്ത് ബ്രഷ് ചെയ്താൽ. നല്ല പല്ല് നല്ല നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ പല്ലിൻ്റെ കളർ തന്നെ നമുക്ക് മാറി വരുന്നതാണ്. നല്ല കളർ കിട്ടാൻ തുടങ്ങും. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്. പല്ലിന് ഉള്ള ടിപ്സ് നല്ല ഇതാണ്. ഉപ്പും വെളിച്ചെണ്ണ ഇല്ലാത്ത ഒരു വീടും ഇല്ല. എല്ലാ വീട്ടിലുണ്ട് ഉപ്പും വെളിച്ചെണ്ണയും. അപ്പോൾ അങ്ങനെയുള്ളതിന്ന് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് അതിനകത്തിട്ടൊന്ന് ചാലിച്ച് ഒന്ന് തേച്ചാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം. പിള്ളേരെയൊക്കെ പഠിത്തമുള്ള ദിവസമൊന്നും നമ്മുടെ കിട്ടാറില്ല. ശനി ഞായറൊക്കെ കിട്ടാറില്ല. ട്യൂഷനുള്ള കുഞ്ഞിലാണെങ്കിൽ ശനിയാഴ്ചയും കിട്ടത്തില്ല, ഞായറാഴ്ച കിട്ടത്തുള്ളൂ. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ പിള്ളേരെ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്യിപ്പിച്ചാൽ പല്ലുവേദനയും പല്ലിലെ അഴുക്കും എല്ലാം മാറിക്കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്സ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ നമുക്കൊരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പളങ്ങ കൊണ്ടുള്ള നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്ന സംഭവമാണ്. അത് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാനായിട്ട്. എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് വീഡിയോയിൽ. പിന്നെ എന്ന് വെച്ചാൽ അല്ലറ ചില്ലറ നമ്മുടെ വീട്ടിലെ ഇന്ന് വലിയ ജോലിയൊന്നുമില്ല കേട്ടോ. ചോറ് മാത്രം വെച്ചാൽ മതി. ചോറ് മാത്രമല്ല, ചോറൊക്കെ രാവിലെ വെച്ച് കഴിഞ്ഞു. കറി വെച്ച് ഇന്ന് കണ്ണിന് ചോറ് കൊടുത്തു വിട്ടായിരുന്നു. അതുകൊണ്ട് അവന് ചോറ് കൊടുത്തോളാന്ന് വിചാരിച്ച്. അപ്പം രാവിലെ ചോറും കറിയും എല്ലാം റെഡിയായി. രാവിലത്തെ അടുക്കളയിലെ പണിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി നേരം നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ബാക്കി മൊത്തം നമുക്ക് കിടക്കുന്ന ബാക്കി അല്ലറ ചില്ലറ പണികളാണ് ഒരു വീട്ടിൽ തീരാത്ത പണി നമ്മൾ പറയുന്നത്. അടുക്കളയിൽ നമുക്ക് ചോറും കറിയും വെക്കാൻ ഒരു അരമണിക്കൂർ നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി, നമുക്കെല്ലാം റെഡിയായി കിട്ടും. പക്ഷേങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് താമസം വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സംഭവം മേടിച്ചേ. ഞാൻ കാണിക്കാവേ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഇത്. ചെടിയുടെയൊക്കെ ചൂടൊക്കെ മാന്തിരൊക്കെ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് കടയിൽ പോയി ഇതിന് വില ചോദിച്ചു കേട്ടോ. ഈ ഒരു സാധനത്തിന് തന്നെ നല്ല, ഞാൻ 2-4 കടകളിൽ ചോദിച്ചു, എവിടെ ചോദിച്ചിട്ടുണ്ട് 100 രൂപ കുറഞ്ഞൊരു ഇത് കിട്ടുന്നില്ല. ഇത് ഈ ഒരെണ്ണത്തിന് തന്നെ 100 രൂപ തന്നെ അവർ പറയുന്നത്, അതുപോലെ വില പറയുന്നത് കടയിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് ഇത് സാധനങ്ങൾ ഇത് നമുക്ക് ഈ മണ്ണൊക്കെ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാനും കുത്തി ഇളക്കാനും ഒക്കെ വേണ്ടിയുള്ളതാണ്. ചെടി തന്നെയല്ല, പച്ചക്കറിക്ക് എല്ലാം ഉപയോഗിക്കാം. ഇത് നമുക്കിങ്ങനെ കുത്തി ഇങ്ങനെ ഇളക്കുമല്ലോ, മണ്ണ് ഇളക്കുമല്ലോ, അങ്ങനെയുള്ളതിനും എല്ലാം പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 കയ്യുറയും കൂടെ ഉണ്ട് കേട്ടോ, നമുക്കിത് കയ്യിൽ അഴുക്കൊന്നും പറ്റാതിരിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതുപോലൊരു കത്രികയുണ്ട്, നമുക്ക് ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടർ. നല്ല മൂർച്ചയാണ് ഇതിന്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഈ വള്ളിയും കൂടാണ് ചേർത്താണ് കിട്ടുന്നത്. ഈ വള്ളി കൂടെ വള്ളി നമുക്ക് കയ്യിൽ നിന്ന് പോകാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കയ്യെ കോർത്തൊക്കെ ഇട്ടിരിക്കും. കാര്യം ഇത് സ്പ്രിങ് ആണ് പിടിപ്പിച്ചേക്കുന്നത് ഇവിടെ. നല്ല മൂർച്ചയുള്ള സാധനമാണ് ഇത്. നല്ല ബലമുള്ളതാണ് കേട്ടോ. നമ്മൾ ഓർക്കും ഓൺലൈൻ വഴിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബലമുള്ളതായിരിക്കുമായിരുന്നു. ഇത് കണ്ട് നല്ല ബലമുള്ളതാണ്. നമ്മൾ എത്ര കട്ടിയുള്ള മണ്ണ് മാന്തിയാലും പൊതുവെ ഒന്ന് മാന്തിയൊക്കെ നോക്കി കേട്ടോ. മണ്ണിനകത്ത് ചെടിച്ചെടിക്കകത്ത് മാന്തി വയ്ക്കും, നല്ലപോലെ ഇളകി വരുന്നുണ്ട്. ചെടിച്ചെടിക്കകത്ത് കാടൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി എടുത്ത് ചൂടെ കളയാൻ പറ്റും. മറ്റേത് ഭയങ്കര പാടായിരുന്നു കാടൊക്കെ പറിച്ചിടാനായിട്ട്. അപ്പോൾ ഇത് പച്ചക്കറി ഇടാനും നമ്മൾ ചീരയൊക്കെ നടുന്നതിന് മുമ്പ് ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തേച്ചൊക്കെ എടുക്കാനും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ വിലയല്ലേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയേണ്ടത്. 250 രൂപയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ വില. ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചതിന് 250 രൂപയാണ്. ഈ 3ഉം പിന്നെ ഈ ഒരു കട്ടറും പിന്നെ ഈ ഒരു ഗ്ലൗസും, ഈ രണ്ടെണ്ണം ഉണ്ട്, 2 ഗ്ലൗസും കൂടെ മേടിച്ചത് 260 രൂപയ്ക്കാണ് മേടിച്ചത്. എനിക്കിത് മേടിക്കാൻ പറ്റിയ എങ്ങനെയെന്ന് അറിയാം, നമ്മുടെ അജിത വെറൈറ്റിയിൽ അജിത ചേച്ചി ഇത് മേടിച്ച ഒരു ദിവസം വീഡിയോയിലൂടെ കാണിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചായിരുന്നു പേഴ്സണലായിട്ട്. ചേച്ചി ഇതിന് എന്നാ വിലയായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞ് ഇന്നാലെ ചെടിയൊക്കെ കട്ട് ചെയ്യുന്ന കട്ടറെന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി, കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടിച്ചെടുത്ത് എനിക്ക് മേടിച്ചാണ് ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നാളുകൊണ്ട് ഞാൻ കടയിൽ പോയി വില വെച്ചിട്ട് വില ആയതുകൊണ്ട് ഞാൻ മേടിക്കാതെ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത് ചേച്ചി വീഡിയോയിലൂടെ കാണിക്കുന്ന കേട്ടത്. ഇതൊക്കെ നല്ല ബലമാണ്. ഇതുണ്ട്, നല്ല ബലമുണ്ട്. നമ്മൾ എത്ര കട്ടിയുള്ളത് കോരിയാലും പോകത്തില്ല. ഇതിൻ്റെ ഇതൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ബലത്തിലാണ്. പിടിയൊക്കെ തടിയുടെയാണ്, തടി കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞാൽ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ടതായിട്ട് ഓമയ്ക്കൊക്കെ അരിഞ്ഞ്, അതായത് കപ്പളങ്ങയൊക്കെ അരിഞ്ഞ് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചേക്കുവാണേ. ഇത് കണ്ടോ, ഇത് മാങ്ങ അരിഞ്ഞേക്കുമെന്ന് തോന്നും കണ്ടാൽ, പക്ഷെ മാങ്ങയല്ല കേട്ടോ, കപ്പളങ്ങയാണ്. കപ്പളങ്ങ എല്ലാം അരിഞ്ഞെടുത്ത് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം വെള്ളം അടുപ്പേ വെച്ചേക്കുവാണേ. വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത്, ഒത്തിരി നേരം തിളയ്ക്കാൻ നിൽക്കേണ്ട, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അന്നേരം വേവിക്കരുത്, വാടി കിട്ടിയാൽ മതി അങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം വെച്ച് വെള്ളം തിളയ്ക്കാൻ ആകുന്നതേ ഉള്ളൂ. വെള്ളം തിളച്ച് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഞാൻ പിന്നെ എനിക്കിവിടെ അത്യാവശ്യം കേക്കിന് വേണ്ടത് മാത്രം, നമുക്ക് ഈ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ഇത് കൂടുതലും ആവശ്യമായിട്ട് വരുന്നത്. നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൊരിഞ്ഞെടുക്കുവാണ് ചെയ്യുന്നത്. അരിപ്പയ്ക്കകത്തേക്ക് കോരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. ഇതിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം കോരിയെടുക്കുക. ഇത് പെട്ടെന്ന് അതിനകത്തിട്ടങ്ങ് ഇടാം. ചില കപ്പളങ്ങ പെട്ടെന്ന് വെന്ത് പോകുന്നുണ്ട് കേട്ടോ, അത് നോക്കിയിടും. ഇതിൻ്റെ വേവ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ.
ഇതിങ്ങനെ മുഴുവനും അരിപ്പരിട്ടങ്ങ് ഒഴിച്ചാലും മതി. ഇങ്ങനെ കുറച്ച് വെള്ളം വെച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ഓമയ്ക്കാട് ഇതുണ്ടാക്കി എടുത്തില്ലേ ഡ്യൂട്ടി ഫ്രൂട്ടിക്ക് മധുരത്തിന് വേണ്ടി. നമ്മൾ നമ്മുടെ ഉള്ളതിൻ്റെ അനുസരിച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ഇച്ചിരി ഒന്ന് വെള്ളം ഒന്ന് നല്ല പോലെ ഞാൻ നേരത്തേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിളപ്പിച്ച് അതിനകത്തോട്ട് തന്നെ ഇതിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഞാൻ അങ്ങനെയല്ല 3 കളറാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഒന്ന് സിറപ്പാക്കി എടുക്കട്ടെ. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുവാണേ. ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പം നമുക്ക് ഒത്തിരി നൂല് പോലൊന്നും ആകണ്ട കേട്ടോ. ഇത് ഇച്ചിരി കളർ വ്യത്യാസം വന്നേക്കുന്നത് അതൊരു ഇച്ചിരി വിളഞ്ഞ കപ്പളങ്ങ ആയിരുന്നേ. അത് ഞാൻ ലാസ്റ്റ് ഒന്ന് കൊള്ളുമോയെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിലൂടെ കാണിക്കാതെ. പക്ഷേ ബാട്ടി എടുത്തപ്പോഴത്തേക്ക് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ മേടിച്ചാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിനകത്ത് മൊത്തം ഇതിൻ്റെ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിക്കകത്തോട്ട് ഇട്ട് ഞാൻ വെച്ച് ഇതിൻ്റെ കളർ നമുക്ക് വേണ്ട അത്രയും നമ്മൾ നല്ല പച്ച കളർ കിട്ടണമെങ്കിൽ നല്ലപോലെ കളർ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ കളർ പിടിക്കും. കയ്യിലൊക്കെ ശകലം പറ്റിയാൽ മതി കേട്ടോ. ഭയങ്കര കളറാണ്. നേരത്തെയൊക്കെ മേടിക്കുന്ന ഇതിന് ചെറിയ ഉപ്പ് രസമുണ്ട് കേട്ടോ. പിന്നെ ഇത് റെഡ്. പിന്നെ ഇതിനൊരു ചെറിയ യെല്ലോ കളറുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് യെല്ലോ തന്നെ ചേർത്തേ. ഞാനിത് ഈ പാത്രത്തിലിട്ട് എടുക്കാം. പരന്ന് കിടക്കുന്ന പാത്രമായതുകൊണ്ട് ഒത്തിരി അങ്ങ് പരന്ന് കിടക്കും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് എടുക്കുവാണ്. കളറ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. വേണ്ട ഇത്രയാണ് നമ്മുടെ ടിന്ന്. ആ ടിന്നകത്തുനിന്ന് ഞാൻ ഇതിലേക്ക് ആക്കിയതാ കവറിനകത്തുനിന്ന് എടുക്കാനുള്ള സൗകര്യത്തിൽ. ഇതിന് അടപ്പും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് നമുക്ക് മേടിക്കുക. ആ കവറിനകത്തിട്ട് തരുന്നതേ ഉള്ളൂ. ഇതുപോലെ അടച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാൻ നേരത്തെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒന്നും കൂടെ ഈ ഷുഗർ സിറപ്പിനകത്തോട്ട് അടുപ്പിൽ വെച്ച് തന്നെ ഇട്ട് ആ ഇച്ചിരി കൂടെ ഒന്ന് പറ്റിച്ചങ്ങ് എടുക്കുമായിരുന്നു വെള്ളം. അന്നേരം മുഴുവനും ഇതിനകത്തോട്ടങ്ങ് മധുരം നല്ലപോലെ കയറി പിടിക്കുമായിരുന്നേ. ഇതിങ്ങനെ കുറച്ച് നേരം ഇനി വെച്ചാൽ മതി. കളർ നല്ലപോലെ ആയിക്കോളും. ഇപ്പം തന്നെ കളറായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലപോലെ കളറായിക്കോളും. ഇതിനകത്തിരുന്ന് ഇതൊന്ന് സെറ്റാകട്ടെ. അതുപോലെ സിറപ്പ് ഇച്ചിരി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടുപ്പ വെച്ച് ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചേർക്കും. ഇത് വെന്ത് പോകത്തില്ല കേട്ടോ. ഈ മധുരത്തിനകത്തോട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിന് ഒട്ടും വേഗത്തില്ല. ഇതുകൊണ്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ സെറ്റായി കഴിഞ്ഞു. ഞാൻ അത് ഓഫ് ചെയ്തേ. ഇത് കണ്ടോ, നല്ലപോലെ അതിന് കളറും പിടിക്കാൻ മധുരം മൊത്തം ഇതിലോട്ട് കയറുകയും ചെയ്യും. ഇതും അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, അത് നല്ലപോലെ കളറാകും കേട്ടോ. വെന്ത് പോകത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കല്ലാതെ കറക്റ്റായിട്ട് എടുക്കാനല്ല പിന്നെ ബാക്കി സിറപ്പ് മൊത്തം നമ്മൾ കളയേണ്ടി വരും. അത് ഇതിനകത്തോട്ട് അങ്ങ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് മുഴുവനും ആയിക്കോളും. പിന്നെ തീ തീരെ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞ് അടിക്ക് പിടിക്കരുത്. പഞ്ചസാരയും കൂടെ ആയതുകൊണ്ട് തീ ഒത്തിരി കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും. കരിച്ചെടുക്കാതെ തീ തീരെ കുറച്ചിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഇത് സെറ്റായി കണ്ടോ. ഇതിനകത്ത് വെള്ളം മൊത്തം ഇതിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ ഒളിച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഒരുമാതിരി നനഞ്ഞെനിക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ തുടച്ചെടുത്താൽ മതിയെന്ന് അവർ പറയും. പക്ഷേ ഞാൻ ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഇതാക്കിയിട്ട് എടുക്കുന്നത്. 3 ഞാൻ ഇത്രയും വെച്ചാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി ചിലത് കൂടുതൽ, എനിക്കിത് റെഡ് ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഗ്രീന് യെല്ലോ. അപ്പോൾ ഇത് ഞാൻ മൊത്തം അടുപ്പ വെച്ച് ഞാൻ എടുക്കുന്നത് കാണിച്ചില്ല. ഇതിൻ്റെ ഒരു ഇത്രയും
സിറപ്പ് മിച്ചം വരും. നമ്മൾ മൊത്തം കൂടെ പറ്റിക്കാൻ നിൽക്കില്ല കേട്ടോ, ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഷുഗറാണ്, ഷുഗർ അത് പറ്റും തോറാണ് തിക്കായി വന്ന് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പം ഈ ഒരു ഇത്രയും സിറപ്പ് അതിനകത്ത് ബാലൻസ് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ കോരി എടുത്തതാണേ. ഇനി വെയിലത്ത് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കും കേട്ടോ. പിന്നെ വെച്ചാൽ ചിലർ ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ആ നനവ് കളഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇച്ചിരി ഇതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന തോന്നിയിട്ടുള്ളത് ഇച്ചിരി വെയിലത്തൊന്ന് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് വെയിലത്തോട്ടൊന്ന് വെക്കട്ടെ. എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, മുട്ടത്തോട്. ഈ ഒരു വേസ്റ്റ് പൊടി നിറച്ചും മുട്ടത്തോടാണേ. ഞാൻ എല്ലാ നാടൻ കോഴിയാണ്, ബ്ലോക്ക് കോഴിയാണ്, മുട്ട തോടെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചേച്ച് ഇതിപ്പോൾ വെയിലത്തെടുത്ത് വെച്ചാണ് മുട്ടത്തോട്. എന്നിട്ട് ഇതുപോലൊരു കവർ എടുക്കും. പിന്നെ നമ്മുടെ ചുറ്റിക ഇതും കൊണ്ട് ഈ മുട്ടത്തോട് ഈ കവറിനകത്തിട്ടെല്ലാം പൊടിച്ച് ഇടിച്ചിടിച്ചിടിച്ച് പൊടിച്ച് ഒന്നും കൂടെ വെയിലത്തോട്ട് വെക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അല്ലാതെ നമ്മൾ ഇടിച്ചാൽ ഇത് പൊട്ടും. അതായത് നമ്മൾ തറയിലൊക്കെ വെച്ച് അല്ലാതെ പൊട്ടിക്കുമ്പോഴല്ല അവിടെ മുഴുവൻ അതിൻ്റെ പൊടിയൊക്കെ വീഴും. ഇതാകുമ്പോൾ ഈ കവറിനകത്ത് പൊടി മുഴുവനും കിടന്നോളും. നമുക്കതൊരു ഞാൻ ഒരു ഡിഷിനകത്തോട്ട് വെച്ച് വെയിലത്തോട്ട് വെച്ച് ഉണക്കിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കും. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയും കിട്ടും, നമുക്ക് നല്ലപോലെ പൊടിഞ്ഞും കിട്ടും. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചാരമൊക്കെ ചേർത്താണ് പച്ചക്കറിക്കൊക്കെ വളമായിട്ടിടുന്നത്. പച്ചക്കറിക്ക് തന്നെയല്ല, ചെടിക്കും എല്ലാം ഇടും കേട്ടോ. മുട്ടത്തോട് മുഴുവനും പൊടിച്ചെടുത്തു. ഇതുകൊണ്ട് ഇവിടെ ശകലം പോലും ആയിട്ടില്ല കേട്ടോ. അതിനകത്ത് മുഴുവനും എടുത്തു. ഇപ്പോൾ ചുറ്റിക തന്നെയല്ല, കല്ലോ എണ്ണയിലും ഒരു ചെറിയ കമ്പ് വെച്ചാണെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ച് പൊടിച്ചിങ്ങനെ എടുക്കാമെങ്കിലുണ്ടല്ലോ. എന്നിട്ടൊന്ന് വെയിലത്ത് വെച്ച് മിക്സിയിലിട്ട് പൊടിച്ചാൽ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. മിക്സിക്കാൻ പറഞ്ഞില്ലേ, ബ്ലേഡിന് നല്ല മൂർച്ചയും കിട്ടും, നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. അപ്പം ഇതിങ്ങനെ എനിക്കിപ്പോൾ കുറേ നാളത്തെ മുട്ടത്തോടാണ് ഇങ്ങനെ ഈ ഒരു വേസ്റ്റ് ബോർഡ് നിറയുന്നതാണ് ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത് പൊടിക്കുന്നതിൻ്റെ കണക്ക്. അപ്പം കൂടുതൽ നമ്മൾ ഈ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ബാക്കി നമ്മൾ ഈ പുഴുങ്ങൊക്കെ ചെയ്യുന്ന മുട്ടയുടെയൊക്കെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ വെള്ളത്തിലോട്ട് തന്നെയല്ലേ തോടിടുന്നത്. അത് ഇതിനകത്ത് ഞാൻ പെടുത്തത്തില്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ തന്നെ ഉണ്ട്, പച്ചക്കറി ആ വെള്ളത്തോടു കൂടി തന്നെ പച്ചക്കറിയുടെ ചുവട്ടിലോട്ട് അങ്ങ് ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല വളമാണ് കേട്ടോ, റോസയ്ക്കൊക്കെ ഏറ്റവും നല്ല വളമാണ്. ഇതൊക്കെയാണ് ചില ദിവസങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ. നമുക്ക് വീട്ടിലെ ജോലിയൊക്കെ ഒതുങ്ങുന്ന സമയം നോക്കിയാണ് ഞാനിതൊക്കെ ചെയ്ത് വെക്കുന്നത്. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഓരോന്നും ചെയ്ത് വെക്കുന്നുണ്ട്. ഉറുമ്പുകളൊക്കെ വരുന്നുണ്ട്, ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് കേട്ടോ. കട്ടുറുമ്പ്, പിന്നെ എന്താ ഈ കൂനനുറുമ്പെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മണ്ണിങ്ങനെ കുത്തി നീർക്കുന്നത് കണ്ടോ, കുറേ ഉണ്ട് കണ്ടോ, ഓടി നടക്കുന്ന കേട്ടോ. വെയിലത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് ഉറുമ്പൊന്നും കയറത്തില്ല. വെയിലത്തോട്ട് വെച്ചേച്ച് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ. അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചില്ലേ, ഒരു പച്ചക്കറിയുടെ ഒക്കെ ചുവടൊക്കെ മാറുന്ന സൈസുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചില്ലേ, അത് കൊണ്ട് ഒരു ഇച്ചിരി പരിപാടിയുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഇച്ചിരി ഒന്ന് മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കണം. പിന്നെ ചീര പാകാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പാകണം. അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഇനി. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറി തന്നെ ഇത് നമ്മുടെ നിത്യവഴുതനയെന്ന് പറിച്ചതാണേ. ഇതിങ്ങനെ മുളകും ഉള്ളിയും ചതച്ചിട്ട് മെഴുക്കോട്ട് വെക്കാനായിട്ടോ ഇത് ടേസ്റ്റ്. എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം, ഇവിടെ ചേട്ടനും അതാണ് ഇഷ്ടം. പിന്നെ തോരനൊക്കെ വെക്കും തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെ തോരനൊന്നും വെച്ചിട്ടില്ല കേട്ടോ, മെഴുക്കുവരട്ടിയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഉള്ളിയും മുളകും ചതച്ചിട്ടുള്ള മെഴുക്കുവരട്ടി. കുറച്ചേ ഉള്ളായിരുന്നു അത്. വഴറ്റിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, മെഴുക്കുവരട്ടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയുമായി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇച്ചിരി ഉള്ളതിനും കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചതായതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇത് നിത്യവഴുതനയെന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്നും ഇതേന്ന് വഴുതനങ്ങ കിട്ടും കേട്ടോ. ഇതാണ് വഴുതനങ്ങ സംഭവം. ഞാൻ മുമ്പ് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. ഇത് 4ആയിട്ട് കീറി ആണ് മെഴുക്കുവരട്ടി വെക്കുന്നത്. ഒത്തിരി മൂത്തത് കൊള്ളത്തില്ല കേട്ടോ, അതൊരു പകുതിയോളം മൂത്തതും പിന്നെ അതിൻ്റെതായിട്ടുള്ളതും തീരെ പൊട്ടും കൊള്ളത്തില്ല. അങ്ങനത്തെയാണ് മെഴുക്കുവരട്ടി വെക്കാൻ കേട്ടോ. ദിവസവും അതേ നമുക്ക് പറിക്കാൻ കിട്ടും കേട്ടോ. ഇന്ന് നമ്മൾ പറിച്ചാൽ നാളെ ചെന്ന് നോക്കിയാൽ നാളെയും കാണും അതിൽ. അതിനാണ് നിത്യവഴുതനയെന്ന് വിളിക്കുന്നത്. അപ്പം അത് മെഴുക്കുവരട്ടി. പിന്നെ നമ്മുടെ കല്ലിലരച്ച പച്ചമുളക് വെച്ചരച്ച ചമ്മന്തിയുണ്ട്, മീൻ വറുത്തതുമുണ്ട്. അപ്പം ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി എല്ലാം സെറ്റായി കേട്ടോ. ഇത് കണ്ടോ, നല്ല കളർഫുള്ളായിട്ട് കിടക്കുന്നില്ല എല്ലാം കൂടെ. കുറച്ചൊന്ന് വെയിൽ കൊള്ളിച്ചതേ ഉള്ളൂ ഞാൻ കേട്ടോ. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചുകൊണ്ട് നല്ലപോലെ നമുക്കിത് ഒപ്പിയെടുക്കാം. അപ്പോൾ അതിൽ വെള്ളം എല്ലാം പോയി അങ്ങനെയാണെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം. ഞാൻ പക്ഷേ ഇച്ചിരി ഒന്ന് വെയിൽ ഒളിച്ച് വെച്ചാൽ ഒത്തിരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയല്ല, ഇനി ഇരിപ്പുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. വേറെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ഇച്ചിരി വെയിൽ കൊള്ളിച്ചൊന്ന് ഇതാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.